കർണാടകയിലെ ഡോക്ടർമാരുടെ മരുന്ന് കുറിപ്പടി കന്നഡ ഭാഷയിൽ വേണമെന്ന ആവശ്യം ശക്തമാക്കി കന്നഡ വികസന അതോറിറ്റി. കന്നഡ ഭാഷാ സംരക്ഷണം ഉറപ്പാക്കാൻ കർണാടക സർക്കാരിന് നൽകിയ ശുപാർശയായാണ് KDA ആവശ്യമുയർത്തിയത്. എന്നാൽ ഇത് പ്രായോഗികമല്ലെന്ന് ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു പ്രതികരിച്ചു. AP നദീറയുണ്ട് വിശദാംശങ്ങളുമായി. നദീറ, ഇപ്പോൾ ഈ ഡോക്ടർമാരുടെ മരുന്ന് കുറിപ്പടിയാണ് കന്നഡ ഭാഷയിൽ തന്നെ വേണമെന്ന ആവശ്യം ഉയർത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ? ഇതിൽ സർക്കാരിന്റെ വാദം എന്താണ് നദീറ? കർണാടകയിലെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഒരു അതോറിറ്റിയാണ് ഈ കന്നഡ ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ കന്നഡ വികസന അതോറിറ്റി. ഇത് 6 മാസം കൂടുമ്പോൾ ചില ശുപാർശകൾ കന്നഡ സംരക്ഷണം, അതായത് കന്നഡ ഭാഷ സംരക്ഷിക്കുന്നതിനായി സർക്കാരിന്റെ മുന്നിൽ വെക്കാറുണ്ട്. സർക്കാർ ഇത് പരിശോധിച്ച് ആ ശുപാർശ നടപ്പിലാക്കാൻ ശ്രമിക്കാറുമുണ്ട്. അത്തരത്തിലുള്ള ഒരു ശുപാർശയാണ് ഇപ്പോൾ ഈ കന്നഡ ഡെവലപ്മെന്റ് അതോറിറ്റി സർക്കാരിന് മുന്നിൽ നൽകിയിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തെ മുഴുവൻ ഡോക്ടർമാരും കന്നഡ ഭാഷയിൽ കുറിപ്പടി എഴുതി രോഗികൾക്ക് നൽകണമെന്ന ആവശ്യമാണ്. ഇതുകൊണ്ട് കന്നഡ ഭാഷ കൂടുതൽ ശക്തിപ്പെടുത്താനും താഴെ തട്ടിൽ വരെ കന്നഡ ഭാഷയുടെ ഒരു സാന്നിധ്യം ഉറപ്പിക്കാനും സാധിക്കുമെന്നാണ് ഇവർ വാദിക്കുന്നത്. അതായത് എല്ലാ ഡോക്ടർമാരും, സംസ്ഥാനത്തെ എല്ലാ തരം ഡോക്ടർമാരും, പല ഭാഷകൾ സംസാരിക്കുന്ന ഡോക്ടർമാരുണ്ടാകും, പല ദേശക്കാരായ ഡോക്ടർമാരുണ്ടായും, ആരായാൽ തന്നെയും കന്നഡ ഭാഷയിൽ തന്നെ കുറിപ്പടി എഴുതി രോഗികൾക്ക് നൽകുക, ഇതാണ് അവരുടെ ശുപാർശ. നേരത്തെ ഈ കന്നഡ സൈൻ ബോർഡുകൾ നിർബന്ധമാക്കിയ ഒരു തീരുമാനം കർണാടക സർക്കാർ എടുത്തിരുന്നു. അതിനു പിന്നിലും ആദ്യം പ്രവർത്തിച്ചതും ശുപാർശ നൽകിയതും ഈ കന്നഡ ഡെവലപ്മെന്റ് അതോറിറ്റി ആയിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഒരു ശുപാർശയാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കാനാവില്ല, അല്ലെങ്കിൽ ഇതൊരു പ്രായോഗികമായ ഒരു ശുപാർശയല്ല, പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണ് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് പരിശോധിക്കാമെന്ന് കർണാടക സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇവർ ഈ ആവശ്യവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കർണാടകയിലെ ചില പിന്നാക്ക ജില്ലകളിലൊക്കെ തന്നെ ഇപ്പോഴും ഈ കുറിപ്പടി കന്നഡ ഭാഷയിൽ എഴുതുന്ന ശീലം കർണാടകയിലുണ്ട്. അത് സംസ്ഥാന വ്യാപകമാക്കണം. ബംഗളൂരു പോലുള്ള വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഡോക്ടർമാരുള്ള ഇടങ്ങളിൽ പോലും ഇത് നടപ്പിലാക്കുക തന്നെ വേണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇപ്പോഴും പല ജില്ലകളിലും ഇത് പ്രാവർത്തികമായിട്ടുണ്ട് എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ചില സാമ്പിൾ കുറിപ്പടികൾ ഇന്നലെ അവർ ഈ ശുപാർശയ്ക്കൊപ്പം സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സർക്കാർ ഇത് പരിശോധിച്ച് വരികയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത് നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിന് പോകേണ്ടി വരും. കാരണം കന്നഡ ഭാഷ സംരക്ഷിക്കുക അല്ലെങ്കിൽ കന്നഡ സ്വാഭിമാനം എന്നത് കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരത് നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതൊരു സർക്കാർ ഉത്തരവായി ഇറങ്ങുമോ ഇല്ലയോ എന്നത്. ആദ്യം ആരോഗ്യ വകുപ്പ് ഇത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു തീരുമാനമെടുത്ത ആരോഗ്യ വകുപ്പിന് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. നദീറ, അതുതന്നെയാണ്, കാത്തിരുന്നു കാണാം എന്താണ് തീരുമാനം വരിക എന്നുള്ളത്. പക്ഷെ എപ്പോഴും എങ്ങനെയാണ് പൊതുവായി ഇതിനോടൊരു വികാരം, ഈ ഒരു ആശയത്തോടുള്ള ഒരു വികാരം എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഒരു നിലപാട് വ്യക്തമാക്കി അത് എത്രത്തോളം പ്രായോഗികമല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അത് പ്രായോഗികമല്ല. കന്നഡ പൂർണ്ണമായും അതിലേക്ക് മാറുമ്പോൾ അത് അവിടെ എത്തുന്ന രോഗികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ളവരെയൊക്കെ എത്രത്തോളം അത് ഭാഷയ്ക്ക് ഒരു കൂടുതൽ ജീവൻ നൽകുക എന്നൊരു ഉദ്ദേശം കൂടിയാണെങ്കിൽ പോലും അത് മറ്റു പലർക്കും അത് എത്രത്തോളം ഉപകാരപ്പെടും അല്ലെങ്കിൽ അത് ഒരു തിരിച്ചടിയാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇതിന് അനുകൂലിച്ചൊരു നിലപാട് എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. എത്രത്തോളം അത് എന്താണ് അതിൻ്റെ സത്യം എന്നറിയില്ല. പക്ഷേ ഈ പൊതുവായിട്ട് സർക്കാരിന് മാത്രമല്ല ഈ ഡോക്ടർമാരടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് അടക്കമുള്ളൊരു പ്രതികരണം എന്താണ് ഇക്കാര്യത്തിൽ ലഭ്യമാകുന്നത്? ഇത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് കർണാടകയിൽ ഈ മെഡിക്കൽ കോളേജുകളൊക്കെ വരുന്നത്. ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതിനെ അനുകൂലമായി സംസാരിച്ചിട്ടുണ്ട്. അതായത് കർണാടകയിൽ ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകൾ, അതായത് MBBS പോലുള്ള കോഴ്സുകൾ, BSc നഴ്സിംഗ് പോലുള്ള കോഴ്സുകളൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ കന്നഡ ഭാഷ, ഏത് ഭാഷ സംസാരിക്കുന്ന വിദ്യാർത്ഥികളായാലും കന്നഡ ഭാഷ നിർബന്ധമായും പഠിക്കണം. അതായത് ഡോക്ടർമാരായി പുറത്തിറങ്ങുന്ന, നഴ്സുമാരായി പുറത്തിറങ്ങുന്ന എല്ലാവർക്കും തന്നെ കന്നഡ ഭാഷ എഴുതാനും വായിക്കാനും അല്പം സംസാരിക്കാനും ഒക്കെ അറിയുന്ന രൂപത്തിലാണ് അവർ പഠിച്ചു പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കിയാൽ അത്തരത്തിലൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ നഗരത്തിലേക്കൊക്കെ വരുമ്പോൾ, ബംഗളൂരു പോലുള്ള നഗരത്തിലേക്കൊക്കെ വരുമ്പോൾ കൂടുതലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെയാണ് ഈ ബംഗളൂരു പോലുള്ള സ്ഥലങ്ങളൊക്കെ. എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുമുണ്ട്. അവർ ഇവിടെ നിൽക്കുമ്പോൾ കന്നഡ ഭാഷ സംസാരിക്കാൻ പഠിക്കും, പക്ഷെ എഴുതാനും വായിക്കാനും പഠിക്കുക എന്നത് അത്ര പ്രായോഗികമല്ല. ചിലർക്കെങ്കിലും അറിയാം. ഈ കുറിപ്പടികൾ ഇങ്ങനെ എഴുതുമ്പോൾ, അതായത് ഇംഗ്ലീഷ് മരുന്നുകളുടെയൊക്കെ പേരുകൾ ഇങ്ങനെ കന്നഡ ഭാഷയിൽ എഴുതുമ്പോൾ അത് വായിച്ചെടുക്കുക വലിയ പ്രയാസമായിരിക്കും. ഇനി ഈ കുറിപ്പടിയുമായി ഈ രോഗികൾ ചെല്ലേണ്ടത് ഫാർമസികളിലൊക്കെയാണ്, പുറത്തുള്ള ഫാർമസികൾ. പല ഫാർമസികളും കന്നഡ
ഭാഷക്കാരായിരിക്കില്ല നടത്തുന്നത്, മറ്റു ഭാഷക്കാരായിരിക്കും. അവർക്കിത് വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഡോക്ടറുടെ കുറിപ്പടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത്ര പെട്ടെന്ന് രോഗികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ വായിച്ചെടുക്കാൻ സാധിക്കുന്ന രൂപത്തിലല്ല അവർ ഇംഗ്ലീഷിൽ അത് എഴുതുക. അത് ഫാർമസിയിൽ കൊടുത്ത് അവർക്ക് അത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് നമുക്ക് മരുന്നുകൾ കിട്ടുന്നത്. ഇനി അത് കന്നഡ ഭാഷയിലാകുമ്പോൾ എത്രത്തോളം അത് പ്രായോഗികമായിരിക്കും എന്നറിയില്ല. ആ ഒരു ആശങ്ക മറ്റു ഭാഷക്കാർക്കുണ്ട്. പക്ഷേ കന്നഡ സംസാരിക്കുന്ന കർണാടകയിൽ തന്നെ ജനിച്ചു വളർന്ന ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാകില്ല. എന്തായാലും ഇത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാണ് കന്നഡ ഡെവലപ്മെന്റ് അതോറിറ്റി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു KDA മുന്നോട്ട് വെച്ച ഈ ആവശ്യങ്ങൾ നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി ഇവിടെ കന്നഡ സാംസ്കാരിക സംഘടനകളുണ്ട്. KRV പോലുള്ള കന്നഡ രക്ഷണ വേദിക പോലുള്ള സംഘടനകളുണ്ട്. അവർ നിരന്തരം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടത്തിച്ചെടുക്കാറുള്ളത്. അങ്ങനെ ഒരു സമ്മർദ്ദം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഡോക്ടർമാരോ അല്ലെങ്കിൽ ഈ MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളോ ഒന്നും തന്നെ ഇതിനെ എതിർക്കാനുള്ള സാഹചര്യം നിലവിൽ മറ്റ് ജില്ലകളിലില്ല. പക്ഷേ ബംഗളൂരു, മൈസൂരു പോലുള്ള നഗരങ്ങളിൽ ഇത് എതിർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ശരി, P. നദീറയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.